ബേപ്പൂരിൽ ഞാൻ പരാജയപ്പെട്ടാൽ കിഡ്സൺ കോർണർ തൊട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ വരെ ഞാൻ മൊട്ടയടിച്ചിട്ട് കാതിൽ 2 കമ്മലിട്ട് നടക്കാം. മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുക. മൊട്ടയടിച്ച് കാതിൽ 2 കമ്മലുമിട്ട് കിഡ്സൺ കോർണറിൽ നിന്ന് ആരംഭിച്ച് മിഠായി തെരുവിലൂടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വരെ പോകാൻ തയ്യാറാണ്. മുഹമ്മദ് റിയാസ് കമ്മലിടണ്ട, മൊട്ടടിക്കാൻ തയ്യാറുണ്ടോ? വെല്ലുവിളിയാണ്. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് പി കെ അവിടെ നിന്ന് ചേർന്നു. സരീഷ്, ഇതിപ്പോൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലം ആരംഭിച്ചതിന് ശേഷം ഏറ്റവും ഗംഭീരമായിട്ടുള്ള, ഏറ്റവും കൗതുകമുള്ള, ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം പി വി അൻവർ എന്നാണ് വന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹം അതിന് മുമ്പും പിമ്പും പറഞ്ഞത്? ബേപ്പൂരിൽ തികഞ്ഞ ആത്മവിശ്വാസമാണ് അൻവർ ഈ അവസാന നിമിഷവും പ്രകടിപ്പിക്കുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് വോട്ടെണ്ണാൻ ബാക്കിയുള്ളത്. അപ്പോൾ ആ അവസാന നിമിഷത്തിലും അദ്ദേഹം പറയുന്നത് 25,000 വോട്ടിനേറെ ഭൂരിപക്ഷത്തിന് താൻ ജയിക്കും എന്നുള്ള ആത്മവിശ്വാസമാണ് അൻവർ പങ്കുവയ്ക്കുന്നത്. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും രീതിയിൽ താൻ തോൽക്കുകയാണെങ്കിൽ താൻ മൊട്ടയടിച്ച് കമ്മലിട്ട് കോഴിക്കോട് മിഠായി തെരുവിലൂടെ നടന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്നുള്ളതാണ്. ആ ഭാഗങ്ങളിലൊക്കെ, അങ്ങാടിയിലും ആകെ മുഴുവനായി നടക്കും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ താൻ പരാജയപ്പെടുകയാണെങ്കിൽ ചെയ്യാം. ഇനി റിയാസ് ആണ് പരാജയപ്പെടുന്നതെങ്കിൽ മൊട്ടയടിക്കാനെങ്കിലും അദ്ദേഹം തയ്യാറുണ്ടോ എന്നൊരു വെല്ലുവിളിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നാളെ തന്നെ വേണമെങ്കിൽ കോഴിക്കോട് പ്രസ് ക്ലബ്ബിലെത്തി താനൊരു അഗ്രിമെന്റ് സൈൻ ചെയ്യാം എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ആത്മവിശ്വാസം അദ്ദേഹം കൈവിടുന്നില്ല. അതിന് 2 ഘടകങ്ങളാണ് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നല്ലവരായ സഖാക്കൾ, അതായത് പിണറായിസം അവസാനിച്ചു കാണണം, നല്ല കമ്മ്യൂണിസം കേരളത്തിൽ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ നല്ല സഖാക്കളും വോട്ട് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കേരളത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും സമാനമായ സാഹചര്യം. അത് ഓരോ മണ്ഡലത്തിലും 7,500 മുതൽ 15,000 വോട്ടുകൾ വരെ മാറിയിട്ടുണ്ട്. CPM-ന് ലഭിക്കേണ്ട ആ വോട്ടുകൾ UDF-ലേക്ക് വന്നിട്ടുണ്ട്. അത്തരത്തിൽ തനിക്കും അത് ഗുണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഓരോ ബൂത്തിലും 50-ലേറെ വോട്ടുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 50 വോട്ടുകൾ കഴിഞ്ഞ തവണ റിയാസിന് ലഭിച്ച വോട്ടുകൾ ഇത്തവണ മാറിയിട്ടുണ്ട്. അത് തനിക്ക് ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അൻവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ 2 തരത്തിലുള്ള വിജയപ്രതീക്ഷയിലാണ് താൻ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഗൗരവതരമായ മറ്റൊരു ആരോപണം കൂടി അദ്ദേഹം വയ്ക്കുന്നത്. അതായത് LDF-ന് കോഴിക്കോട് വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസാണ്. റിയാസിനായിരുന്നു കോഴിക്കോടിന്റെ ചുമതല ഉണ്ടായിരുന്നത്. ആ പാതി വഴിയിൽ അദ്ദേഹം ആ ചുമതല ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നുള്ളത് പറഞ്ഞു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സഖാക്കൾ പോലും റിയാസിനെ അവഗണിക്കുന്നു. റിയാസ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ സഖാക്കൾ തയ്യാറാകില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് അദ്ദേഹം ആ സ്ഥാനം വേണ്ട എന്ന് വച്ചത്. ചുമതലയിൽ നിന്ന് താൻ മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞത്. കൃത്യമായി ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിനും UDF-നും മേൽക്കൈ ഈ കോഴിക്കോട് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മരുമകനിസത്തിനെതിരായ വിധിയാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം തന്നെ പിണറായിസം ഇല്ലാതാക്കാൻ BJP-ക്കാരുൾപ്പെടെ, അതായത് വിശ്വാസികളായ BJP-ക്കാരുൾപ്പെടെ UDF-ന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുകൂടി അൻവർ പറഞ്ഞു വെക്കുകയാണ്. ശരി, നന്ദി സരീഷ്. വിവരങ്ങൾക്ക് പൂർണ്ണ ആത്മവിശ്വാസമാണ് പി വി അൻവർ. ബേപ്പൂരിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ കൗതുകകരമായിട്ടുള്ളൊരു ഒരു വാഗ്ദാനം തന്നെയും അദ്ദേഹത്തിൻ്റെ വോട്ടർമാർക്ക് മുന്നിൽ നൽകിയിട്ടുണ്ട്. തോൽക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് പി വി അൻവർ പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, വോട്ടിംഗ് എല്ലാം കഴിഞ്ഞു, റിസൾട്ട് വരാൻ വേണ്ടി പോവുകയാണ്. പക്ഷേ അപ്പോഴും അദ്ദേഹം പിണറായിസത്തിനും മുഹമ്മദ് റിയാസിനും എതിരായിട്ടുള്ള വിമർശങ്ങളിൽ ഒട്ടും മൂർച്ച കുറവ് വരുത്തുന്നില്ല. തുടർ ഭരണമോ ഭരണമാറ്റമോ, കേരളം കാത്തിരിക്കുന്ന വിധി. മെയ് 4 തത്സമയം ന്യൂസ് മലയാളം ഡിജിറ്റലിൽ.